ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്നു വായിക്കുന്നു. പ്രലംബ വധം. പ്രലംബൻ എന്നു പേരുള്ള കംസന്റെ മറ്റൊരു ഭൃത്യൻ വൃന്ദാവനത്തിൽ വന്ന് രാമകൃഷ്ണന്മാരെയും മറ്റ് കുട്ടികളെയും കൊല്ലാനൊരുങ്ങി. എത്രയോ അനവധി ഗോപക്കുട്ടികളുള്ളതിനാൽ അതുപോലൊരു ഗോപക്കുട്ടിയുടെ വേഷത്തിൽ വന്നാൽ തന്നെ ആരും തിരിച്ചറിയില്ലെന്ന് കരുതി അങ്ങനെ ചെയ്തു. മായാമയനും കപട നാടക സൂത്രധാരനുമായ ഭഗവാന്റെ കണ്ണാണ് കെട്ടാൻ പുറപ്പെട്ടത്. നോക്കണേ മനുഷ്യൻ്റെ അജ്ഞാനത്തിൻ്റെ വലിപ്പം. അവൻ വന്നു ചേരേണ്ട താമസം ഭഗവാൻ തിരിച്ചറിഞ്ഞു. ഒന്നും മിണ്ടിയില്ല. ഓടിക്കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രലംബൻ കൂട്ടത്തിൽ വന്നു ചേർന്നത്. കുറച്ചുനേരം പിന്നെയും ഓടിക്കളിച്ചതിൻ്റെ ശേഷം അന്യോന്യം ഗുസ്തി പിടിച്ച് കളിക്കാൻ തീർച്ചയാക്കി. അത് പ്രലംബാസുരന് വളരെ ഇഷ്ടമായി. തുല്യ ബലവാന്മാരായ ഈ രണ്ടാളുകൾ ഒറ്റയ്ക്ക് ഗുസ്തി പിടിക്കുക, തോറ്റവൻ ജയിച്ച ആളെ തൻ്റെ ചുമലിലേറ്റി കുറച്ച് ദൂരം നടക്കുക, ഇതാണ് നിയമം. ഈ നിലയ്ക്ക് കളി ആരംഭിച്ചു. ശ്രീദാമാവെന്ന് പേരായ ഗോപക്കുട്ടിയും ഭഗവാനും കൂടി ഗുസ്തി പിടിച്ചതിൽ ഭഗവാൻ തോറ്റു. അതിൻ്റെ ഫലമായി ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീദാമാവിനെ ചുമന്നുകൊണ്ട് കുറച്ചു ദൂരം നടക്കേണ്ടി വന്നു. ഇങ്ങനെ വളരെ പേർ അന്യോന്യം ദ്വന്ദ്വയുദ്ധം നടത്തി. പ്രലംബൻ ബലരാമനോടുകൂടിയാണ് യോജിച്ചിരിക്കുന്നത്. ക്രമേണ അവരുടെ ഊഴം വന്നപ്പോൾ അവരും ദ്വന്ദ്വയുദ്ധം ചെയ്തു. അതിൽ പ്രലംബൻ വേഗം തോറ്റു. അപ്പോൾ ബലരാമനെ കാരണസഹിതം ജനമധ്യത്തിൽ നിന്നെടുത്തു കൊണ്ടുപോകുവാൻ സൗകര്യം കിട്ടിയല്ലോ. കിട്ടിയ സന്ദർഭം പാഴാക്കാതെ പ്രലംബാസുരൻ ബലരാമനെ ചുമലിലേറ്റിക്കൊണ്ട് അതിവേഗം കാട്ടിനുള്ളിലേക്ക് ഓടി. ജനമധ്യത്തിൽ നിന്ന് വേർപെട്ട് ഒറ്റയ്ക്കായി എന്ന് കണ്ടപ്പോൾ ബലരാമനെ താഴത്തിട്ടു. പ്രലംബൻ പർവ്വതം പോലുള്ള തൻ്റെ അസുര സ്വരൂപത്തിൽ നിന്നു. ബലരാമൻ പോലും ആ ഭയങ്കര സ്വരൂപം കണ്ട് ഭയപ്പെട്ടു എന്ന് പറയണം. അവിടെ വെച്ച് രണ്ടാളും കൂടി കാര്യമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ആദ്യം ചെയ്തത് കളിയായിട്ടായിരുന്നുവല്ലോ. കുറേ നേരം അന്യോന്യം പിടിച്ചും വലിച്ചും ഇടിച്ചും തള്ളിയും യുദ്ധം ചെയ്ത് അവസാനം ബലദേവൻ അവനെ അടിച്ചു കൊന്നു. പ്രലംബനെ കൊന്നു കഴിഞ്ഞപ്പോഴേക്കും ഭഗവാനും കൂട്ടുകാരും ബലരാമനെ തിരഞ്ഞുകൊണ്ട് അവിടെ എത്തി. മല പോലുള്ള അവൻ്റെ ശവശരീരം കണ്ടപ്പോൾ ബലരാമൻ്റെ ശക്തിയെയും സാമർഥ്യത്തെയും എല്ലാവരും പുകഴ്ത്തി. ദാവാഗ്നിമോക്ഷം. പ്രലംബവധവും കഴിഞ്ഞ് മടങ്ങി വന്നു നോക്കുമ്പോൾ പശുക്കളെ ഒന്നും കാണാനില്ല. എല്ലാവർക്കും പരിഭ്രമമായി. കാട്ടിനുള്ളിൽ പലയിടത്തും വിളിച്ചു നടന്ന് തിരയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ടെത്തി. തിന്നാൻ പുല്ലന്വേഷിച്ച് പോയി ഒരു വലിയ മുഞ്ചപ്പുൽക്കാട്ടിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. പശുക്കളൊക്കെ തിന്നാൻ പറ്റിയ പുല്ലാണെന്ന് വെച്ചാണ് അവിടെ ചെന്ന് പെട്ടത്. നോക്കുമ്പോൾ തിന്നാൻ പറ്റിയ പുല്ലല്ല. മടങ്ങിപ്പോരാൻ വഴിയും അറിയാതായി. അങ്ങനെ പശുക്കളൊക്കെ ആ കാട്ടിനുള്ളിൽ പെട്ടിരിക്കുകയാണ്. കാര്യം മനസ്സിലാക്കിയ ഗോപക്കുട്ടികളും ഭഗവാനും കൂടെ വേഗത്തിൽ തെളിച്ച് കാട്ടിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് എവിടെ നിന്ന് വന്നോ എന്നറിഞ്ഞുകൂടാ ഒരു കാട്ടുതീ ആ പുൽക്കാടിനെ ബാധിച്ചു. പുല്ലിന് തീ പിടിച്ചാൽ പിന്നത്തെ കഥ എന്താണ്? അതിൽ നിന്ന് പുറത്തു പോരാനോ തീ കെടുത്താനോ രണ്ടിനും സാധ്യമല്ല. ആലോചിക്കാൻ പോലും സമയം കിട്ടിയില്ല. അത്ര വേഗം 4 ഭാഗത്തുകൂടെയും അഗ്നി അടുത്തെത്തിക്കഴിഞ്ഞു. എല്ലാവരും കൂടി കൃഷ്ണനെ വിളിച്ചു നിലവിളിച്ചു. അങ്ങാണല്ലോ ഞങ്ങളുടെ രക്ഷിതാവും ബന്ധുവും ഇഷ്ടനും എല്ലാം തന്നെയും. അങ്ങല്ലാതെ ആരുണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ? അയ്യോ, അഗ്നി അടുത്തെത്തിയല്ലോ, കൃഷ്ണ വേഗം രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള തൻ്റെ ഇഷ്ടജനങ്ങളുടെ ആർത്തനാദം ഭഗവാന്റെ കാരുണ്യത്തെ ഇളക്കിവിട്ടു. പെട്ടെന്ന് എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞു. എല്ലാവരും ആജ്ഞപ്രകാരം ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. ഒരു നിമിഷമേ കഴിഞ്ഞുള്ളൂ. കണ്ണു തുറന്നു നോക്കി. അപ്പോൾ പുൽക്കാടുമില്ല, തീയുമില്ല. പശുക്കളടക്കം എല്ലാവരും ആദ്യം ദ്വന്ദ്വയുദ്ധം ചെയ്ത് കളിച്ചിരുന്ന ആൽ ചുവട്ടിലുണ്ട് നിൽക്കുന്നു. എന്തൊരത്ഭുതമാണ്! അവർക്ക് കിട്ടാവുന്ന വാക്കുകളെ കൊണ്ടൊക്കെ കൃഷ്ണനെ പുകഴ്ത്തി.
കൃഷ്ണൻ്റെയും രാമൻ്റെയും യോഗശക്തിയും ഈശ്വരത്വവും പ്രത്യക്ഷത്തിൽ അവർക്ക് ബോധ്യമായി. രാമകൃഷ്ണന്മാരെ തങ്ങളുടെ പ്രത്യക്ഷേശ്വരന്മാരായി കാണുകയും മനസ്സാ ബഹുമാനിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം മടങ്ങി വന്നപ്പോൾ എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിൽ രാമകൃഷ്ണന്മാരുടെ യോഗ്യതയെയും മാഹാത്മ്യത്തെയും പുകഴ്ത്തി പറഞ്ഞു. അതിന് തെളിവായി അന്നത്തെ സംഭവത്തെയും അവർ വിവരിച്ചു. എല്ലാവരും അത്ഭുതപ്പെടുകയും രാമകൃഷ്ണന്മാരെ ഈശ്വരന്മാരായി മാനിക്കുകയും ചെയ്തു. പിന്നീട് നീണ്ട ഒരധ്യായം മുഴുവൻ വർഷാ ഋതുവിൻ്റെ വർണ്ണനമാണ്. വളരെ ചമൽക്കാരത്തിൽ വർഷാ ഋതുവിൻ്റെ സർവ്വഘടകങ്ങളെയും ആത്മതത്വത്തോടുകൂടി യോജിപ്പിച്ച് വർണ്ണിച്ച് ആ വർണ്ണനത്തിൻ്റെ പര്യവസാനത്തിൽ ശരത് ഋതുവിലേക്ക് കടന്നു. ശരത് ഋതുവിനെയും അതുപോലെ വർണ്ണിച്ച് ഭഗവാന്റെ വേണുഗാനത്തിലേക്ക് കടക്കുന്നു. അത്യന്താകർഷകമായ അവിടുത്തെ വേണുനാദം സർവ്വജീവികളെയും ആകർഷിച്ചു. വിശിഷ്യ നന്ദഗോകുലത്തിലെ ഗോപികൾ പ്രത്യേകമായും ആകർഷിക്കപ്പെട്ടു. അവർക്കൊരു നിമിഷമെങ്കിലും കൃഷ്ണനെ കാണാതെയോ കൃഷ്ണനോട് കൂടിച്ചേരാതെയോ ഇരിക്കാൻ വയ്യെന്നായി. വൈകുന്നേരമായാൽ കാണാനുള്ള ബദ്ധപ്പാടുകൊണ്ട് കൃഷ്ണനെ തന്നെ നോക്കി കാത്തു നിൽക്കും. മധ്യാഹ്ന സമയത്ത് എല്ലാവരും കൂടിച്ചേർന്ന് കൃഷ്ണൻ്റെ മാഹാത്മ്യങ്ങളെയും കഥകളെയും പറഞ്ഞു രസിക്കും. പ്രഭാതത്തിൽ കൃഷ്ണൻ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവല്ലോ എന്ന വേദനയോടുകൂടി ഭഗവാന്റെ പോക്കിനെ നോക്കി നിൽക്കും. കണ്ണിൽ നിന്ന് മറഞ്ഞാൽ കാട്ടിലുള്ള ലീലകളെയും വേണുഗാനത്തെയും ഭാവനയിൽ കൂടെ കണ്ടും കേട്ടും ആസ്വദിക്കും. ഇങ്ങനെ കൃഷ്ണനെ തന്നെ എല്ലാ പ്രകാരത്തിലും ആസ്വദിച്ചുകൊണ്ടും കൃഷ്ണനോട് കൂടിച്ചേർന്ന് ഒന്നാവുന്നില്ലല്ലോ എന്ന മധുരമായ വേദനയെ അസഹ്യതയോടെ അനുഭവിച്ചും ദിവസം കഴിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ ഓരോന്നായി നീങ്ങുന്തോറും ഗോപികളുടെ കൃഷ്ണപ്രേമം വളർന്നു വളർന്ന് ഉച്ചകോടിയിലെത്തി. കൃഷ്ണനെ തന്നെ എപ്പോഴും സ്മരിച്ചും കീർത്തിച്ചും പൂജിച്ചും ആദരിച്ചും കഴിയലായി. മറ്റൊന്നിലും അവർക്ക് ശ്രദ്ധയില്ലാതായി. വീട്ടുകാര്യങ്ങളും തങ്ങളുടെ ആഹാരാദി കാര്യങ്ങൾ കൂടി പലപ്പോഴും മറക്കാൻ തുടങ്ങി. മധ്യാഹ്ന സമയങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു കൂടിച്ചേർന്ന് ഭാവനാദൃഷ്ടിയിൽ കൂടെ കൃഷ്ണനെ കണ്ടുകൊണ്ട് കീർത്തിക്കാൻ തുടങ്ങും. കീർത്തനം തുടങ്ങുമ്പോഴേക്ക് തന്നെ പലരും അസ്തപ്രജ്ഞരായി സമാധിസ്ഥകളാകും. ദേഹം മുഴുവൻ എപ്പോഴും പൊട്ടിത്തരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും കണ്ണുകൾ അശ്രുപൂർണങ്ങളായിരിക്കും. ഗോപികളുടെ ഈ പ്രേമഭക്തി അത്ഭുതകരമാം വണ്ണം വളർന്നു. ഋഷികളെയും സിദ്ധന്മാരെയും കൂടി അത്ഭുതസ്തബ്ധരാക്കി. അവരുടെ കൃഷ്ണകീർത്തനങ്ങൾ ഏത് സമയത്തും ആകാശത്ത് മാറ്റൊലിക്കൊള്ളാൻ തുടങ്ങി. കാട്ടുപൂക്കളെ കൊണ്ടും ചെന്തളിരുകളെ കൊണ്ടും അലങ്കരിച്ച നീല തിരുമേനിയിൽ പീലി തിരുമുടിയും ഗോപിക്കുറിയും പീതാംബരവും വനമാലയും അലങ്കരിച്ച് പടർന്ന് പന്തലിച്ച ആൽവൃക്ഷത്തിൻ്റെ തറയിൽ കയറി നിന്ന് വലതുകാൽ ഇടതുഭാഗത്തേക്ക് പിണച്ചു വെച്ച് ശിരസൽപ്പം വലത്തോട്ട് ചായ്ച്ച് തിരുമുഖത്ത് വലത്തോട്ട് നീട്ടിയ ഓടക്കുഴലിൻ്റെ ദ്വാരങ്ങളെ അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന കൃഷ്ണനെയും വേണുവിൽ കൂടി പുറത്തു വന്ന് ലോകം മുഴുവൻ നിറയുന്ന നാദബ്രഹ്മാമൃതത്തെ വാരി കുടിക്കാനുള്ള ബദ്ധപ്പാടോടെ നാലു ഭാഗവും തിക്കി തിരക്കി നിൽക്കുന്ന ഗോപകുട്ടികളെയും പശുക്കളെയും ആകാശത്തു നിന്ന് പൂമഴ ചൊരിയുന്ന ദേവന്മാരെയും രോമാഞ്ചം കൊണ്ട ഋഷികളെയും അവർ ഭാവനാ ദൃഷ്ടിയിൽ കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് കീർത്തിക്കുകയാണ്. ഹേ സഖികളെ, നാം വേണ്ടത്ര സുഹൃതം ചെയ്തവരല്ല. ജഡമായ ഓടക്കുഴലിന് പോലും കിട്ടുന്ന കൃഷ്ണ സമ്പർക്കം കൂടി നമുക്കില്ലല്ലോ. കാട്ടിലെ പക്ഷി മൃഗാദികൾ കൂടി ആസ്വദിക്കുന്ന നാദബ്രഹ്മാമൃതം നമുക്കാസ്വദിക്കാൻ കഴിയാതെ പോയില്ലേ? കാട്ടിലുള്ള ക്ഷുദ്രജീവികൾ കൂടി കണ്ണ് നുകരുന്ന ആ പുണ്യം നിറഞ്ഞ പൂടൽ നമുക്കൊന്ന് കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. ആടുന്ന മയിലും പാടുന്ന കുയിലും കൂട്ടം കൂടി പുല്ലുമേയുന്ന മാൻ പേടകളുമൊക്കെ എത്ര സുഹൃതനിധികളാണ്. അവയെല്ലാം മറന്ന് കൃഷ്ണനെ തന്നെ ആസ്വദിക്കുന്നു. ആകാശചാരണികളായ ദേവസ്ത്രീകൾ കൃഷ്ണദർശനത്താൽ പ്രേമാവിഷ്ടകളായി പൂമഴ ചൊരിയുന്നു. തൃഷ്ണങ്ങളും ചെടികളും കല്ലുകളും എന്ന് വേണ്ട ഒഴുകുന്ന നദിയും ഉറച്ചു നിൽക്കുന്ന പർവ്വതവും എല്ലാം ധന്യധന്യങ്ങളാണ്. രാമകൃഷ്ണന്മാരുടെ പാദസ്പർശം കൊണ്ട് അവയൊക്കെ എത്രയോ പരിഭൂതങ്ങളായി കഴിഞ്ഞു. ഇപ്രകാരമുള്ള കീർത്തനങ്ങളെ കൊണ്ടും ഭാവനകളെ കൊണ്ടും ഗോപികളുടെ ജീവിതത്തിൻ്റെ സകല വശവും കൃഷ്ണപ്രേമം കൊണ്ട് നിറഞ്ഞു. ജീവിതം തന്നെ കൃഷ്ണമയമായി എന്ന് പറയണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരദ് ഋതു അവസാനിച്ച് ഹേമന്ത ഋതു ആരംഭിച്ചത്.
മഞ്ഞു പൊഴിയുന്ന ആ ശീതകാലം പ്രകൃതിയെ മരവിപ്പിച്ചു എങ്കിലും ഗോപികളുടെ കൃഷ്ണപ്രേമത്തിന് കൂടുതൽ ചൂട് പിടിക്കുകയാണ് ചെയ്തത്. അവർക്ക് എന്തെങ്കിലും ചിലത് ചെയ്യാതെ അടങ്ങിയിരിക്കാൻ വയ്യെന്ന നിലവന്നു. ഗോപീ വസ്ത്രാപഹരണം. അതിനാൽ ഹേമന്ത ഋതുവിൻ്റെ 1-ാമത്തെ മാസമായ വൃശ്ചിക മാസത്തിൽ തന്നെ ആരും അറിയാതെ ഒരു തപസ് ആരംഭിച്ചു. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് യമുനാ നദിയിൽ പോയി കുളിച്ച് പുഴക്കരയിൽ മണ്ണുകൊണ്ട് ദേവി പ്രതിമയുണ്ടാക്കി ഭക്തിയോടുകൂടി പൂജിച്ച് അഭീഷ്ടങ്ങളെ പ്രാർത്ഥിച്ച് നമസ്കരിക്കുക. അങ്ങനെ പതിവായി ചെയ്യുക. നിവേദ്യം മാത്രം ഭക്ഷിച്ചും നിലത്ത് കിടന്നും വ്രതനിഷ്ഠയോടെ കഴിച്ചുകൂട്ടുക. ഇതായിരുന്നു അവരുടെ തപസ്സിൻ്റെ സ്വരൂപം. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. വൃശ്ചിക മാസത്തിലെ കൊടുമ്പിരി കൊണ്ട തണുപ്പിൽ മഞ്ഞുപോലെ ശീതളമായി യമുനാജലത്തിൽ ഇറങ്ങി മുങ്ങാനും കൃഷ്ണകീർത്തനങ്ങളെ പാടി ആനന്ദ ലഹരിയിലാറാടി നീന്തി തുടിച്ച് കളിക്കാനും ഒക്കെ തന്നെയും വിഷമമില്ലാതായി. ശരീരചിന്തയും ദേഹാഭിമാനവും ചുരുങ്ങുമ്പോൾ ശരീരധർമ്മങ്ങൾ ആർക്കും തടസ്സങ്ങളാവുന്നില്ല. അതാണല്ലോ തപസ്സുകൊണ്ട് ആദ്യം തന്നെ ഒരാൾക്കുണ്ടാകുന്ന അനുഭൂതി. ആ അനുഭൂതി ഗോപികളിൽ അവരുടെ തപസ്സിൻ്റെ ഫലമായി വ്യക്തമായി പ്രകാശിച്ചു. പരാശക്തിയായ അംബികയായിരുന്നു അവരുടെ തപസ്സിൻ്റെ ആരാധ്യ ദേവത എങ്കിലും എല്ലാവരുടെയും വാക്കും വിചാരവും പ്രവൃത്തിയുമാകുന്ന 3 കരണങ്ങളും എപ്പോഴും കൃഷ്ണനിലാണ് ലയിച്ചുകൊണ്ടിരുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജ്ഞാനമൂർത്തിയായ കൃഷ്ണനെ മായാസ്വരൂപേണയും ആരാധിക്കാൻ തുടങ്ങി എന്നാണ് പറയേണ്ടത്. ഏതായാലും ഇഷ്ടദേവതയായ ദേവിയല്ല, കൃഷ്ണനാണ് തപസ്സിൻ്റെ ഫലമായി പ്രത്യക്ഷപ്പെട്ടതും വരം കൊടുത്തതും. ഒരു ദിവസം പതിവ് പോലെ കാലത്ത് ഗോപികൾ സംഘമായി നദീതീരത്ത് വന്ന് കുളി കഴിഞ്ഞ് ദേവീപൂജയും പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും ഉച്ചത്തിൽ കൃഷ്ണ കീർത്തനങ്ങളെ പാടി മേൽ വസ്ത്രങ്ങളൊക്കെ കരയ്ക്കഴിച്ചു വെച്ച് വെള്ളത്തിലിറങ്ങി നീന്തി തുടിച്ചു കളിക്കാൻ തുടങ്ങി. കൃഷ്ണപ്രേമത്താൽ എല്ലാം മറന്ന് ലഹരി പിടിച്ച നിലയിൽ ഉന്മത്തകളായി ഉച്ചത്തിൽ കീർത്തനങ്ങളെ പാടി വെള്ളത്തിൽ നീന്തി കളിക്കുമ്പോൾ കപടമാനുഷനായ ഭഗവാൻ ഏതാനും ഗോപ പിള്ളേരോടുകൂടി അവിടെ വന്നു. ഗോപികൾ കാണാതെ മറഞ്ഞു നിന്നു. ഗോപികൾ കരയിലേക്ക് നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പതുക്കെ അവരുടെ വസ്ത്രങ്ങളൊക്കെ വാരിയെടുത്ത് അടുത്തുള്ളൊരു വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി. വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി മരക്കൊമ്പുകളിൽ തൂക്കി. ഒരു കൊമ്പത്ത് താനും ഇരുന്നു. ഇത്രയായിട്ടും ഗോപികൾ അറിഞ്ഞിട്ടില്ലെന്നതിനാൽ അവരെ അറിയിക്കാൻ വേണ്ടി സാവകാശത്തിൽ ഓടക്കുഴലിൽ കൂടി ഒരു രാഗം ആലപിച്ചു. അത് കേൾക്കേണ്ട താമസം എല്ലാവരും ഞെട്ടി പിന്തിരിഞ്ഞു നോക്കി. മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന കൃഷ്ണനെയും കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കുന്ന തങ്ങളുടെ വസ്ത്രങ്ങളെയും കണ്ടു. തങ്ങളുടെ പ്രേമ സർവസ്വമായ കൃഷ്ണനെ കണ്ടതോടെ ലജ്ജ കൊണ്ട് വിവശകളായി. ശരീരബോധം വികസിച്ചതോടെ തണുപ്പും തുടങ്ങി. വെള്ളത്തിൽ അധിക സമയം നിൽക്കാൻ വയ്യെന്നായി. വസ്ത്രം കിട്ടാതെ കരയ്ക്ക് കയറാനും വയ്യ. ആകപ്പാടെ വിഷമിച്ചു. ഭഗവാനോട് വസ്ത്രം വെള്ളത്തിലേക്ക് എറിഞ്ഞു തരാൻ പലപാട് പറഞ്ഞു, അപേക്ഷിച്ചു, യാചിച്ചു. പക്ഷേ വെള്ളത്തിലേക്ക് ഇട്ട് തരാൻ വയ്യ. കരയ്ക്ക് കയറി വന്നാൽ എല്ലാവരുടെ വസ്ത്രവും തരാമെന്നാണ് ഭഗവാന്റെ വാദം. അതവർക്ക് വയ്യതാനും. അപ്പോൾ ചിലർ കൃഷ്ണനെ ആക്ഷേപിച്ചു. വേറെ ചിലർ ദേഷ്യപ്പെട്ടു നോക്കി. പിന്നെ ചിലർ നന്ദഗോപനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ അതുകൊണ്ടൊന്നും ഭഗവാൻ വസ്ത്രം കൊടുത്തില്ല. അവരുടെ ന്യായങ്ങൾക്കൊക്കെ മറുപടി പറയുകയും ചെയ്തു. ഏതായാലും അവസാനം ഗത്യന്തരമില്ലെന്ന് കണ്ട് കൃഷ്ണ പ്രേമാവിഷ്ടകളായി മതിമറന്ന് അവരെല്ലാം കരയ്ക്ക് കയറി ഭഗവാനോട് വസ്ത്രം വാങ്ങി ഉടുത്തു. എന്തുദ്ദേശിച്ചാണോ അവരുടെ തപസ്സുണ്ടായിരുന്നത് അതിൻ്റെ ഫലത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതായത് നിലാവുള്ള രാത്രിയിൽ വൃന്ദാവനത്തിലെ യമുനാ തീരത്ത് വെച്ച് നിങ്ങളുടെ അഭീഷ്ടം സാധിക്കുമെന്ന്. അനന്തരം ഭഗവാൻ കുട്ടികളോടുകൂടി കാട്ടിലേക്കും ഗോപികൾ ചരിതാർത്ഥകളായി ഗൃഹങ്ങളിലേക്കും പോയി. ഗുണാതീതനായ ഈശ്വരനെ ഗുണമയനും നാമരൂപാത്മകനുമായി ചിത്രീകരിച്ചു കാണിക്കുന്നത് തന്നെ അജ്ഞന്മാർക്ക് ഈശ്വര മഹിമയെ ഏതെങ്കിലും പ്രകാരത്തിൽ അനുഭവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട് മനുഷ്യ സാധാരണങ്ങളായ ഭാവങ്ങളും അഭിമാനങ്ങളും ആ ഈശ്വരൻ ഉണ്ടെന്ന് കരുതുന്നുവെങ്കിൽ അതിൽ പരം അബദ്ധം വേറൊന്നില്ല. സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള ലൈംഗിക വ്യത്യാസം കേവലം ശരീരത്തിൻ്റേത് മാത്രമാണ്. ഒരിക്കലും ശരീരാഭിമാനം ഈശ്വരനില്ലെന്ന കാരണത്താൽ ലൈംഗിക വ്യത്യാസത്തോടുകൂടി ഈശ്വരനെ നോക്കുന്നത് പോലും പാപമാണ്. അതിനാൽ ഇവിടെ ഗോപികളുടെ വസ്ത്രാഭരണവും അവരുടെ നഗ്നതാ പ്രദർശനവും ലൈംഗിക ദൃഷ്ടിയിൽ കൂടെ
നോക്കേണ്ടതോ മനുഷ്യ സാധാരണമായ വൈകാരിക വൃത്തിയുടെ സ്ഫുരണമോ അല്ല. എപ്രകാരം മറ്റ് ലീലകളൊക്കെ ബാഹ്യദൃഷ്ടിയിൽ കൂടെ നോക്കുമ്പോൾ ലോകാനുഗ്രഹവും അന്തർദൃഷ്ടിയിൽ കൂടെ നോക്കുമ്പോൾ ആധ്യാത്മിക ധർമ്മ പ്രതിപാദനവുമാണോ, അതുപോലെ വസ്ത്രാപഹരണമാകുന്ന ഈ ലീലയും ഏറ്റവും പാവനവും ലോകാനുഗ്രഹപരവും ആധ്യാത്മിക ധർമ്മത്തിൻ്റെ വിശദീകരണവുമാണ്. ഈ വസ്തുത രാസക്രീഡയാകുന്ന മഹാലീലയുടെ വർണ്ണനത്തിൽ തികച്ചും വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഗോപികളെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചതിൻ്റെ ശേഷം ഭഗവാൻ തൻ്റെ സുഹൃത്സംഘത്തോടും പശുക്കളോടും കൂടി ഗ്രാമത്തിൽ നിന്ന് വളരെ വിദൂരത്തുള്ളൊരു കാട്ടിലേക്കാണ് പോയത്. ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിയപ്പോഴേക്ക് എല്ലാവരും ക്ഷീണിച്ചു കഴിഞ്ഞിരുന്നു. വെയിൽ കൊണ്ടും വഴിനടത്തം കൊണ്ടും തളർന്ന കുട്ടികൾ വിശ്രമിക്കാൻ വേണ്ടി ഭഗവാനോടുകൂടി വൃക്ഷമൂലങ്ങളിൽ ഇരുന്നു. വൃക്ഷമൂലങ്ങളിൽ വിശ്രമിക്കുന്ന കുട്ടികളെ നോക്കി ഭഗവാൻ അവർക്ക് ധർമ്മോപദേശം ചെയ്തു. വെയിലും കാറ്റും മഞ്ഞും മഴയും സഹിച്ചു നിന്നുകൊണ്ട് തങ്ങളെ ആശ്രയിക്കുന്നവർക്കൊക്കെ തണലും കുളിർമയും കൊടുക്കുന്ന ഈ വൃക്ഷങ്ങളുടെ സേവനം എത്ര മഹത്താണ്! യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ധാരാളം മധുരഫലങ്ങളെ ആവശ്യമുള്ളവർക്കൊക്കെ പ്രദാനം ചെയ്യുന്ന ത്യാഗവും എത്ര ആദരണീയമായിരിക്കുന്നു. ശത്രുമിത്രോദാസീനഭാവം നോക്കാതെ തങ്ങളെ സമീപിക്കുന്നവർക്കൊക്കെ തങ്ങളുടെ സേവനങ്ങളെ സുലഭമായി കൊടുക്കുന്ന ഈ വൃക്ഷങ്ങൾ ത്യാഗം കൊണ്ടും ധർമ്മനിഷ്ഠ കൊണ്ടും മനുഷ്യരെ അതിക്രമിക്കുന്നു. കേവലം സ്ഥാവരങ്ങളും ജഡബുദ്ധികളുമായ ഈ കാട്ടുവൃക്ഷങ്ങൾക്ക് പോലും ഇത്രയധികം ധർമ്മനിഷ്ഠയുള്ളപ്പോൾ വിശേഷബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന് എത്ര ഉണ്ടാവണം? എന്നാൽ വൃക്ഷങ്ങളോടുകൂടി ധർമ്മനിഷ്ഠയോ ത്യാഗബുദ്ധിയോ മനുഷ്യനില്ലെങ്കിൽ വാസ്തവത്തിൽ മനുഷ്യൻ എത്രമാത്രം ലജ്ജിക്കേണ്ടതാണ്. ഇങ്ങനെ പല പ്രകാരത്തിൽ ഭഗവാൻ കുട്ടികൾക്ക് ധർമ്മോപദേശം ചെയ്തുകൊണ്ടിരിക്കെ അവരിൽ ചിലർ കൃഷ്ണനെയും ബലരാമനെയും അഭിസംബോധന ചെയ്തു പറഞ്ഞു: വിശപ്പ് സഹിക്കാൻ വയ്യ, ഹേ രാമ, പ്രഭാവശാലിയായ കൃഷ്ണ, ഞങ്ങൾക്കെന്തെങ്കിലും കുറച്ച് ആഹാരം കിട്ടാത്ത പക്ഷം പ്രാണൻ പോവുമെന്ന് തോന്നുന്നു. അത്ര കഠിനമായിരിക്കുന്നു വിശപ്പ്. ക്ഷീണം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരണം. ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രാർത്ഥന കേട്ട് മനസ്സലിഞ്ഞ ഭഗവാൻ അവരോട് പറഞ്ഞു: അടുത്തു തന്നെ ഒരു ബ്രാഹ്മണ അഗ്രഹാരമുണ്ട്. അവിടെ ഇപ്പോൾ വളരെ ദിവ്യമായ ഒരു യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയവുമാണ്. സാധാരണ ദിവസങ്ങളിൽ തന്നെ ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ചെന്ന് യാചിച്ചാൽ ക്ഷുത്തടക്കാനുള്ള അന്നം കിട്ടാതിരിക്കില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ചിലർ പോയി യാഗശാലയിലുള്ള ബ്രാഹ്മണരെ കണ്ട് കുറച്ചന്നം യാചിച്ചാൽ നമുക്കെല്ലാവർക്കും വിശപ്പടക്കാനുള്ള ആഹാര പദാർത്ഥം കിട്ടും. വേഗം പോയി വാങ്ങിക്കൊണ്ടുവരൂ.